നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയും നർത്തകിയുമാണ് താര കല്യാൺ. താര കല്യാണിന്റെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയ രോഗാവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ തുറന്നു പറയുകയാണ് മകൾ സൗഭാഗ്യ. സ്പാസ്മോദിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണ് താര കല്യാണിനെന്നും സൗഭാഗ്യ വ്യക്തമാക്കി. കുറച്ചേറെ വർഷങ്ങളായി ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു താര കല്യാൺ. 2 വർഷം മുൻപ് താര കല്യാണിന് തൈറോയ്ഡ് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ശബ്ദം നഷ്ടപ്പെട്ടു എന്നാണ് സൗഭാഗ്യ യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. തൈറോയ്ഡ് ഗോയിറ്റർ മൂലമാണ് അമ്മയുടെ ശബ്ദം നഷ്ടമാകുന്നത് എന്നായിരുന്നു ആദ്യം കരുതിയത്. ഗോയിറ്റർ അകത്തോട്ട് വളർന്ന് ആകെ പ്രശ്നമായിരുന്നു. സൗണ്ട് ബോക്സിൽ ഇടിച്ചിരിക്കുമ്പോഴായിരുന്നു ശബ്ദം പോയത് എന്നാണ് ഓർത്തത്. പിന്നെ എത്രയോ വർഷങ്ങളായി അമ്മ കുട്ടികളെ ശബ്ദമെടുത്ത് പഠിപ്പിക്കുന്നുണ്ടല്ലോ. ശബ്ദത്തിന് വലിയ സ്ട്രെയിൻ നൽകിക്കൊണ്ടുള്ള ജോലി ചെയ്യേണ്ടി വരുന്ന ടീച്ചർമാരിലും ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ അതാകും കാരണമെന്നും ഓർത്തു. എന്നാൽ പിന്നീടാണ് കണ്ടെത്തിയത് അമ്മയ്ക്ക് സ്പാസ്മോദിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥയാണെന്ന്. ഇങ്ങനെയായിരുന്നു സൗഭാഗ്യ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത്. ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള ഒരു വഴി ബോട്ടോക്സ് ആയിരുന്നുവെന്നും അത് ചെയ്യുന്ന സമയത്തായിരുന്നു അമ്മമ്മയുടെ മരണം നടന്നതെന്നും ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ്. വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക്. എന്നാൽ അമ്മമ്മയുടെ മരണത്തോടെ വിശ്രമിക്കുവാനോ കെയർ ചെയ്യുവാനോ സാധിച്ചില്ല. മരണമറിഞ്ഞു വന്നവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. വീണ്ടും സ്ട്രെയിൻ ചെയ്ത് സംസാരിച്ചതോടെ ഈ അവസ്ഥ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. കൂടാതെ ആ സമയത്ത് സ്ട്രെസ്സും രോഗത്തെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീടുള്ള വഴി സർജറി മാത്രമായിരുന്നു. ഇപ്പോൾ സർജറി കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റേജ് ആണെന്നും സൗഭാഗ്യ പറയുന്നു. 1 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ ആയിരുന്നു. 3 ആഴ്ച കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടും എന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത്. ശബ്ദം തിരിച്ചു കിട്ടിയാലും ചെറിയ വ്യത്യാസമുള്ള ശബ്ദമായിരിക്കും ഉണ്ടാവുക. കൂടാതെ പാട്ട് പാടാനൊന്നും സാധിക്കില്ല. ഹൈ പിച്ചിൽ സംസാരിക്കുവാനോ പാട്ട് പാടാനോ പാടില്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. തലച്ചോറിൽ നിന്നും വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആയതിനാൽ സംഭവിക്കുന്ന അവസ്ഥയാണത്. ഇത് 3 തരത്തിലാണ് ഉള്ളത്. അതിൽ അഡക്ടർ എന്ന സ്റ്റേജ് ആണ് താര കല്യാണിനുള്ളത്. തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥ. സ്ട്രെസ് ചെയ്യുന്തോറും അത് കൂടി വരും. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നത് എന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മരുന്നോ പ്രത്യേക ചികിത്സയോ ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി എന്താണ് സ്പാസ്മോദിക് ഡിസ്ഫോണിയ എന്ന രോഗാവസ്ഥ എന്ന് പരിശോധിക്കാം. തലച്ചോറിൽ നിന്നും വോക്കൽ കോഡിലേക്ക് നൽകുന്ന നിർദ്ദേശം അബ്നോർമൽ ആയതിനാൽ സംഭവിക്കുന്ന അവസ്ഥയാണത്. ഇത് പൊതുവെ 3 തരത്തിലായിരിക്കും കാണപ്പെടുക. അതിൽ അഡക്ടർ എന്ന സ്റ്റേജിലാണ് ഇപ്പോൾ താരമുള്ളത്. തൊണ്ടയിൽ ആരോ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെയുള്ള അവസ്ഥ. സ്ട്രെയിൻ കൂടുന്തോറും അത് കൂടി വരും. എന്തുകൊണ്ടാണ് ഈ അസുഖം വരുന്നതെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഇതിനുള്ള മരുന്നും ഈ അവസ്ഥയിൽ കണ്ടുപിടിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കാൻ 2 വഴികളാണുള്ളത്. അതിലൊന്ന് ബോട്ടോക്സ് കഴിഞ്ഞാൽ പൂർണ്ണമായും വിശ്രമം ആവശ്യമാണ്. വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണ് ഇതിനുണ്ടാവുക എന്നതാണ് ഏറ്റവും വലിയ ഭയപ്പെടുത്തുന്ന കാര്യം.